ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിനേക്കാൾ കൂടുതൽ നാൾ ഖബറിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ടാണ് അലിയാർ നിങ്ങളുടെ ബൈത്ത് നോക്ക്. ഇദാ ആശൽ ഫതാ സിത്തീന ആമാ ഫനിസ്ഫുൽ ഉംരി തംഹഖുൽ ലയാലി. നിനക്കൊരു 60 വയസ്സാണെങ്കിൽ, 60 വർഷമാണ് നിന്റെ ആയുസെങ്കിൽ, 30 പകലും 30 രാത്രിയല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയല്ല ബീവിങ്ങളെ? ഞാൻ പറഞ്ഞത് 30 പകലും 30 രാത്രി. ബഹുമാനപ്പെടും അതിൽ 30 രാത്രികളെ നീ ഉറങ്ങിത്തീർത്തു. 9 മണിയായപ്പോ തന്നെ നീ കിടന്നുറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ 9 മണിക്ക് ശേഷം നീ ക്യാരം ബോർഡ് കളിച്ച് സമയം കളഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നീ സുറ പറഞ്ഞിരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പാതിരാത്രി നീ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അല്ലാതെ പാതിരാത്രികളെ മുഴുവനും നീ നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ ബാക്കി 30 കൊല്ലമേ പകലേ നിനക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ 30 പകലിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? ആ 30-നെ 15 വയസ്സാക്ക്. 1 മുതൽ 15 വയസ്സുള്ള ആ പീരീഡ് നമ്മുടെ കുട്ടിക്കാലം, നമ്മുടെ കുഞ്ഞിളം പൈതലുകളുടെ കാലം. പ്രായപൂർത്തിയാകുന്നത് വരെയുള്ള 15 വയസ്സിൽ അലിയാർ തങ്ങൾ പറയുന്നു, തെക്ക് വടക്ക് സർവീസ് ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഓടിക്കളിച്ച്, വാപ്പാടമ്മയുടെ കൂടെ കളിച്ച്, സ്കൂളിൽ കളിച്ചു, മദ്രസയിൽ കളിച്ചു, അങ്ങ് പോയി. ഖലാസ്. 15 വർഷം അങ്ങനെ പോയി. ബാക്കി എത്രയേ ഉള്ളൂ? 15. പിന്നെ ബാക്കിയുള്ള 15 വയസ്സിൽ ഒരു 25 വയസ്സ് മുതൽ 30 വയസ്സ് വരെ നീ കൂട്ടി നോക്ക്. ആ 15-ന്റെ 1/3 ഭാഗം നീ കൂട്ടി നോക്ക്. ജോലിയായിരുന്നു. നീ ഒരുപാട് കഷ്ടപ്പെട്ടു. ഗൾഫിൽ പോയി കുറെ പേര് പ്രവാസം, കുറെ പേര് നാട്ടിൽ കിടന്നിട്ട് ജീവിതത്തിന്റെ 2 അറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഇടങ്ങേറാകുന്നു. അന്നന്ന് അന്നത്തിന് വേണ്ടിയിട്ട് കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കാശില്ല, സമ്പത്തില്ല. ഒരു 70% ആ രീതിയിലുള്ള ആളുകളാണ് നമ്മുടെ നാടുകളിൽ. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ, ജീവിതത്തെ തള്ളിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്നവർ. ആ കാലം അങ്ങനെയും പോയി. പിന്നെ ആകെ ബാക്കി എണ്ണിയാൽ കൂടി പോയ 7-8 വർഷം നമുക്ക് ആയുസ് അള്ളാഹു തരുന്ന 7-8 വർഷം. അവിടെയോ നിനക്ക് 70, 60, 65 വയസ്സുള്ള നിന്റെ വാർദ്ധക്യ സഹജമായ നിന്റെ വാർദ്ധക്യമായ കാലം. ആ സമയത്ത് എന്തെന്നറിയോ? മൂത്തമോൻ കൊണ്ടുപോയി ഇളയവന്റെ വീട്ടിലാക്കും, ഇളയവൻ കൊണ്ടുപോയി പെങ്ങളെ വീട്ടിലാക്കും. അങ്ങനെ പാവപ്പെട്ട വൃദ്ധന്മാരായ മാതാപിതാക്കൾ റൊട്ടേഷൻ അടുപ്പിക്കും. അങ്ങനെ കറങ്ങി കറങ്ങി അവന്റെ ആയുസ് തീരുമെന്നാൽ മനുഷ്യ ഫഹുബ്ബുൽ മർഇ തൗലൽ ഉംരി ജഹ്ലു വഖസമതുഹു അലാ ഹാദൽ മിസാലി. നിനക്ക് പിന്നെയും കുറെ നാള് ജീവിക്കണം. നിനക്ക് പിന്നെ അത്യാഗ്രഹമാണ് ഈ ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കാൻ. മഹാന്മാര് പറയുന്നു, നിന്റെ യൗവനകാലം കഴിഞ്ഞ് 80 വയസ്സ് 70 വയസ്സ് കഴിഞ്ഞാൽ നീ കിടപ്പിലായി പോകുന്നതിനേക്കാൾ നല്ലത് നീ മരണപ്പെട്ട് കബറിൽ പോകലാണ്. മഹാന്മാര് പറയാണ്. പിന്നെ നീ ഭാരമാണ്, മക്കൾക്കൊരു ദുരിതമായിട്ടാ മാറുന്നത്. ഉള്ള സമയം ആരോഗ്യത്തോടെ ആഫിയത്തോടെ മനുഷ്യ ഈ ദുനിയാവിൽ ജീവിക്കാനും അള്ളാന്റെ പൊരുത്തത്തോടു കൂടി നിനക്ക് യൗവനം നീ ജീവിച്ചു തീർത്താൽ, നിന്റെ പ്രായമാകുന്ന സമയത്ത് നിനക്കൊന്ന് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ആ യൗവനകാലം ചെയ്തതിന്റെ പ്രതിഫലം നിനക്ക് ആ പ്രായമായ കാലത്തിലും എഴുതി തിട്ടപ്പെടുത്തി തരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു മരണം മോശമാണെങ്കിൽ, അവന്റെ ആക്കിബത്ത് നന്നായില്ലെങ്കിൽ, അവന് എന്ത് പദവിയിലിരുന്ന ആളാണെങ്കിലും ശരി, അവന്റെ കാര്യം അധോഗതിയാണ്, അവന്റെ ഖബർ പരാജയമാണ്. അള്ളാഹു നമ്മുടെയൊക്കെ അന്ത്യം നന്നാക്കി തരുമാറാവട്ടെ. അതുകൊണ്ട് ഏറ്റവും വലിയൊരു അനുഗ്രഹം അതാണെങ്കിൽ നമ്മൾ എപ്പോഴും ചോദിക്കേണ്ട ചോദ്യമാണ് അള്ളാഹുവിനോട്, അന്ത്യം നന്നാക്കി തരണേ അല്ലാഹ്.
അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് കൂടുതൽ ദുആ ചെയ്യാനും പറഞ്ഞത്. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുനിയാവിലും ആഖിറത്തിലും നീ ഞങ്ങൾക്ക് നന്മ നൽകണേ അല്ലാഹ്. ആ നിഅമത്താകുന്ന ഈമാനികമായ അനുഗ്രഹം കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് നമ്മുടെ ആരോഗ്യമാണ്. ഇപ്പൊ ഇരിക്കുന്നതിന്റെ ആരോഗ്യത്തിന്റെ അവസ്ഥ നിങ്ങൾക്കറിയില്ല. ഒരുപക്ഷെ കസേരയിൽ ഇരിക്കുന്നവർ, നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കസേര അള്ളാഹു കൊടുത്ത് ബാക്കിൽ ഇരുത്തിയവർ, അവർക്കറിയാം ഇങ്ങനെ ഇരിക്കുന്നതിന്റെ വില, മുട്ട് മടങ്ങുന്നതിന്റെ വില, കൈവിരൽ മടങ്ങുന്നതിന്റെ വില, കണ്ണ് കാണുന്നതിന്റെ വില. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, നിഅമത്താനി മഗ്ബൂനു ഫീഹിമാ കസീറും മിനന്നാസ്. രണ്ടനുഗ്രഹങ്ങളിൽ ധാരാളം ആളുകൾ അശ്രദ്ധരാണ്. രണ്ടനുഗ്രഹങ്ങൾ ഞാൻ എൻ്റെ കടിമകൾക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ 99.9% ആ അനുഗ്രഹങ്ങളിൽ അശ്രദ്ധരാണ്. രണ്ടനുഗ്രഹങ്ങൾ, അതിൽ ഒന്നാമതായിട്ട് അള്ളാഹുവിന്റെ റസൂൽ എണ്ണിയത് അസ്സിഹ, അത് ആരോഗ്യമാണ്. ആരോഗ്യത്തെ പോലത്തെ ഒരു സമ്പത്തില്ല, മനസ്സമാധാനം പോലത്തെ ഒരു സൗഭാഗ്യവും അല്ലാഹു നമുക്ക് തന്നിട്ടില്ല. ഇത് രണ്ടും നമുക്ക് ഇല്ലാതാകുമ്പോഴാണ് മാരക രോഗികളായി ഞാൻ നിങ്ങൾ മാറുന്നത്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. BP കയറുന്നത് എന്തുകൊണ്ടാണ്? മനസ്സിന് സമാധാനമില്ലാത്തത് കൊണ്ടാണ്. ആ BP കയറിയിട്ട് സ്ട്രോക്കായി, ബുദ്ധിമുട്ടായി, പ്രയാസങ്ങളായി, അത് മറ്റു രോഗങ്ങളായിട്ട് മാറുന്നത് മനസ്സിന് സമാധാനമില്ലാത്തത് കൊണ്ടാണ്. നല്ല ആരോഗ്യവും നല്ല മനസ്സമാധാനവും ഉണ്ടെങ്കിൽ അവന് ബാങ്ക് ബാലൻസിൽ ഒരുപാട് കാശ് വേണമെന്നില്ല, നല്ല അന്തസ്സായിട്ട് ജീവിക്കാം. അള്ളാഹു അങ്ങനെ ആ ഗണത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാവട്ടെ. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ആ ഹദീസിനെയൊക്കെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നത്, നിനക്ക് ആരോഗ്യമുള്ള സമയം നീ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും ഭയങ്കരമായ വിലയുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി കേൾപ്പിക്കുന്നു, വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറാ. ഈ രാവും പകലും അല്ലാഹു നിനക്ക് തന്നത് എന്തിനു വേണ്ടി എന്നറിയോ? മുഅ്മിനെ ശ്രദ്ധിച്ച് കേൾക്കണേ മുഅ്മിനെ, അല്ലാഹു അവന്റെ ഖുർആനിൽ പറയാണ്, ഓരോ രാവും ഓരോ പകലും പുതുതായി പുതുതായി എത്രയോ പേര് ഓരോ പത്രത്തിന്റെ മരണക്കോളങ്ങൾ, ചരമക്കോളങ്ങളിൽ നമുക്ക് പരിചയമുള്ളവരും ഇല്ലാത്തവരുമായ ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളും അടക്കം മരിക്കുമ്പോ, എന്റെ പൊന്നാര സഹോദരങ്ങളെ, ആയുസോടെ ഞാനും നിങ്ങളും ഈ ദുനിയാവിൽ ഇരിക്കുന്നത് ഈ 2026 ആയുസോടെ അള്ളാഹു തന്നത് റബ്ബിന്റെ വലിയ നിഅമത്താണ്. നമ്മൾ തമാശയ്ക്ക് പറയും പോവാൻ സമയമായിട്ടില്ലെന്ന്. നമ്മൾ തമാശയ്ക്കാണ് അത് പറയുന്നതെങ്കിലും അതിനൊരു ഗൗരവമുണ്ട്. പോകാൻ സമയമാകുന്ന നേരത്ത് നമ്മൾ ഒരു സെക്കൻഡിന്റെ വില റബ്ബിനോട് ചോദിക്കുമെന്നാണ്. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. ഖാബിദുൽ അർവാഹ് മലക്ക് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ തൊണ്ടക്കുഴിയെ റൂഹിങ്ങനെ പിടിച്ചുകൊണ്ടെത്തിക്കുമ്പോ ഇസ്രായീലിനോട് ഞാനും നിങ്ങളും ചോദിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. ഒരൊറ്റ സെക്കൻഡെങ്കിലും, ഒരു നിമിഷമെങ്കിലും ഈ റൂഹൊന്ന് മടക്കി തരുമോ? കിട്ടിയ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോയപ്പോ ഒരു അമലുകളും ചെയ്യാതെ നഷ്ടപ്പെടുത്തി കളയുന്നവൻ അന്ന് കൈകടിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. നമ്മൾ നല്ല ചെറുപ്പക്കാരനായിട്ട് താടിയും മുടിയും കറുത്ത് നല്ല ആരോഗ്യ ദൃഢഗാത്തനായിരിക്കുന്ന ഒരു സമയമുണ്ട്. 20 മുതൽ 40 വയസ്സ് വരെ ഒരു മനുഷ്യന് നല്ല ആരോഗ്യമുണ്ടാകുമെന്ന മുസ്ലിമീങ്ങളായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത്. 40 നിന്ന് 41 വയസ്സാകുമ്പോൾ എല്ലാ രോഗങ്ങളും അവന് പിടികൂടും. 20 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ് ഒരു മനുഷ്യന്റെ കിടുകിടുത്ത നല്ല യൗവനത്തിന്റെ കാലഘട്ടമുള്ളത്. എന്നാ മനുഷ്യ, നമ്മൾ ഏറ്റവും കൂടുതൽ അശ്രദ്ധനാകുന്നതും ഏറ്റവും കൂടുതൽ അറുമാദിക്കുന്നതും ഏറ്റവും കൂടുതൽ ആഭാസം കാണിക്കുന്നതും ഏറ്റവും കൂടുതൽ അള്ളാഹനെ മറക്കുന്നതും അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ ഘട്ടത്തിലാണ്. ഇത് ചോദ്യം ചെയ്യപ്പെടും.
അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ഇങ്ങനെ ഓരോ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടുമ്പോഴും 2026 ആയുസ് ഒന്ന് നീട്ടിത്തന്നതിന്, ഒരു ദിവസം കൂടുതൽ അള്ളാഹു നമുക്ക് തന്നതിന്, എന്റെ കൂട്ടുകാരന് കൊടുക്കാത്ത വർഷം, എന്റെ കൂടപ്പിറപ്പിന് കിട്ടാത്ത വർഷം, എന്റെ സഹോദരൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവൻ എന്റെ ഇളയതാണ്, മൂത്തതായി ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട്, എന്റെ ഭാര്യ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഭർത്താവായിട്ട് ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട്, മക്കള് പോലും മരണപ്പെട്ട വാപ്പയും ഉമ്മമാരും നമ്മുടെ കൂട്ടത്തിലില്ലേ? എന്തുകൊണ്ടെന്നറിയോ? അള്ളാഹു നമ്മളെ ബാക്കിയാക്കി വെച്ചിരിക്കുന്നത്. അവന്റെ ഖുർആനിൽ പറയുന്നു, ലിമൻ അറാദ അയ്യദ്ദക്കറ ഔ അറാദ ശകൂറാ. അള്ളാഹുവിനെ നിനക്ക് സമയം തന്നിട്ട് ആ റബ്ബിനെ ഓർക്കുന്നുണ്ടോന്നറിയാൻ. ഔ ശകൂറാ, ആ റബ്ബിന് നന്ദിയുള്ള അടിമയാകാൻ നീ ശ്രമിക്കുന്നുണ്ടോ എന്നറിയാൻ. അതല്ലേ സൂറത്തുൽ മുൽക്കിൽ നമ്മൾ നിത്യമായി പാരായണം ചെയ്യുന്ന സൂറത്ത്. ആ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ തന്നെ ഖബറിന്റെ ഉള്ളിൽ നിന്നെ കൊണ്ടാക്കിയിട്ട് ഏത് മാതാപിതാക്കളും മക്കളും കൂട്ടുകുടുംബങ്ങളും പിന്തിരിഞ്ഞു പോയാലും നിന്റെ ഖബറിലെ കാവലായിട്ട് നിന്റെ കൂട്ടുകാരനെ പോലുന്ന ഒരേ ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. ഓരോ വർഷവും നമുക്ക് തരുന്നതിന്റെ അള്ളാഹുവിന്റെ ഉദ്ദേശം അതാണ്. അയ്യുക്കും അഹ്സനു അമല, ആരാണ് നല്ലവണ്ണം നന്മകൾ ചെയ്യുന്നത്. അതുകൊണ്ട് എന്റെ പൊന്നാര ഹബീബിങ്ങളെ, സഹോദരങ്ങളെ, അടുത്ത കൊല്ലം നമ്മളിൽ നിന്ന് കഴിഞ്ഞു കടന്നു പോകുമ്പോൾ ഈ ദുനിയാവിലുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. അതുകൊണ്ട് ഉള്ള ആയുസ് ബാക്കി ചിലപ്പോ ഒരു ദിവസമാകാം, ചിലപ്പോ ഒരു സെക്കൻഡ് ആവാം. ഞാൻ ഈ പറയുന്നത് പോലും ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണ്ടാവില്ല. ഞാൻ ഈ പറയുന്നത് പോലും ഒരു ചെവി കേട്ട് മറു ചെവി കൂടെ ചിലപ്പോൾ നിങ്ങൾ കളഞ്ഞെന്നിരിക്കും. പക്ഷെ ഞാൻ ഈ സംസാരിക്കുന്നത് പോലും റെക്കോർഡിക്കലാണ്. ഇവിടെ ഫോണിലോ ഇവിടെ സംവിധാനങ്ങളിലോ അള്ളാഹുവിന്റെ റെക്കോർഡിക്കലാണ്. അള്ളാഹു നിങ്ങളോട് ചോദിക്കും, നിങ്ങളെന്നത് കേട്ടില്ലേ, നിങ്ങളെന്നത് കേട്ടില്ലേ എന്ന് അള്ളാഹു നിങ്ങളോട് ചോദിക്കും. ഇതൊക്കെ റെക്കോർഡിക്കലാണ്. അതുകൊണ്ട് ഈ ചുരുങ്ങിയ ആയുസിന്റെ ഉള്ളിൽ അള്ളാഹു നമുക്ക് തന്ന ഈ അവസരത്തെ വിനിയോഗിക്കണം. SSLC പരീക്ഷ എഴുതാൻ ഇനി ആകെ 2 മാസമേ കുട്ടികൾ പറന്ന് പഠിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പരീക്ഷയ്ക്ക് ഇനി 20 ദിവസമേ ഉള്ളൂ. കുട്ടികൾ അശ്രാന്ത പരിശ്രമത്തിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു എക്സാം നമ്മുടെ മുന്നിൽ, ഒരു എപ്പോഴും കയറി വരാവുന്ന ഒരു എക്സാം ഉണ്ട്. മൻ റബ്ബുക എന്ന ചോദ്യത്തിന്റെ മുന്നിൽ, മൻ നബിയുക എന്നുള്ള ചോദ്യത്തിന്റെ മുന്നിൽ ഏത് മറുപടി പറയും നമ്മൾ? ഏത് മറുപടി പറയും? ഇപ്പൊ തന്നെ അത് ചോദിക്കുമ്പോൾ നമുക്ക് പലതും കിട്ടാറില്ല. ഒരു ദിവസം മൻ ഇമാമക്കാന്ന് വെച്ചപ്പോ പള്ളിയിലെ ഇമാമിന്റെ പേര് പറയാൻ. അത്രത്തോളം നമ്മൾ ബുദ്ധിയില്ലാത്ത മരവിച്ചു പോയവരായി സമുദായത്തിലെ യുവത്വം, പ്രത്യേകിച്ച് യുവതലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. അധാർമികതയാണ് എവിടെ നോക്കിയാലും. നിങ്ങൾ നോക്ക്, നമ്മുടെ ആയുസിനെ പറ്റിയിട്ട് മഹാന്മാര് പറയുന്നത് നോക്ക്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലിയാര് തങ്ങൾ പറയുന്നു, ഇദാ ആശൽ ഫതാ 60 ആമാ ഫനിസ്ഫുൽ ഉംരി തംഹഖുൽ ലയാലി. നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇതുവരെ എനിക്ക് 35 വയസ്സായി. നിങ്ങളിപ്പോൾ 40 വയസ്സുള്ളവരുണ്ട്, 50 വയസ്സുള്ളവരുണ്ട്, 60 വയസ്സുള്ളവരുണ്ട്. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം നിങ്ങളുടെ ആ വർഷവും, ആ വർഷത്തിൽ എത്ര ദിവസങ്ങൾ, ആ വർഷത്തിൽ ഇനി എത്ര സെക്കൻഡുകൾ, എത്ര മിനിറ്റുകൾ ജീവിച്ച് തീർത്തു എന്ന് കൗണ്ട് ഡൗൺ ചെയ്യണം. ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കണം. എന്നിട്ട് ഇനി മുത്തുനബി തങ്ങൾ പറയുന്നവർക്ക് അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70, എന്റെ ഉമ്മത്തിന്റെ ലിമിറ്റഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ അള്ളാഹു വെച്ചിരിക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ബൈന 60 വ 70, 60ന്റെയും 70ന്റെയും ഇടയിലാണ്. ഒരു 70% അള്ളാഹു കൊണ്ടുപോയിരിക്കുമെന്ന് തന്നെ ആ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. അല്ലെങ്കിൽ തന്നെ നമ്മുടെ പള്ളിയിൽ കാരണവന്മാരെവിടെ സഹോദരങ്ങളെ? എല്ലാരും പോയി, കംപ്ലീറ്റ് പോയി. ഇനി വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. ഇനിയൊന്നും 50 വയസ്സിന്റെ 60 വയസ്സിന്റെ മേലോട്ട് പോക്കൽ തന്നെ ഉണ്ടാവില്ല. കാരണം ചെറുപ്പക്കാരാണ്, അനധികൃതമായിട്ട് മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലവിധ രോഗങ്ങളാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇനി നമ്മൾ ഒരു കാര്യം, എനിക്ക് ഏറ്റവും കൂടുതൽ വളരെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയാനുള്ളത്, ഒരുപാട് ജീവിതം നമുക്ക് ലൈഫിൽ ഇനി ഇല്ല. വളരെ ചുരുങ്ങിയ സമയ ദുനിയാവിൽ നമുക്കുള്ളൂ. ഇതിനേക്കാൾ കൂടുതൽ നാൾ ഖബറിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ടാണ് അലിയാർ നിങ്ങളുടെ ബൈത്ത് നോക്ക്, ഇദാ ആശൽ ഫതാ
60 عاما فنصف العمر تمحقه الليالي. നിനക്കൊരു 60 വയസ്സാണെങ്കിൽ 60 വർഷമാണ് നിന്റെ ആയുസെങ്കിൽ 30 പകലും 30 രാത്രിയല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയല്ല ബീവിങ്ങളെ? ഞാൻ പറഞ്ഞ 30 പകലും 30 രാത്രി. ബഹുമാനപ്പെടും അതിൽ 30 രാത്രികൾ നീ ഉറങ്ങിത്തീർത്തു. 9 മണിയായപ്പോ തന്നെ നീ കിടന്നുറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ 9 മണിക്ക് ശേഷം നീ ക്യാരം ബോർഡ് കളിച്ച് സമയം കളഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നീ സുറ പറഞ്ഞിരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പാതിരാത്രി നീ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അല്ലാതെ പാതിരാത്രികളെ മുഴുവനും നീ നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ ബാക്കി 30 കൊല്ലമേ പകലേ നിനക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ 30 പകലിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? ആ 30 ഒന്ന് 15 വയസ്സാക്ക്. 1 മുതൽ 15 വയസ്സുള്ള ആ പീരീഡ് നമ്മുടെ കുട്ടിക്കാലം, നമ്മുടെ കുഞ്ഞിളം പൈതലുകളുടെ കാലം. പ്രായപൂർത്തിയാകുന്നത് വരെയുള്ള 15 വയസ്സിൽ അലിയാർ തങ്ങൾ പറയുന്നു, തെക്ക് വടക്ക് സർവീസ് ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഓടിക്കളിച്ച് വാപ്പാടെ ഉമ്മയുടെ കൂടെ കളിച്ച്, സ്കൂളിൽ കളിച്ചു, മദ്രസയിൽ കളിച്ചു, അങ്ങ് പോയി. ഖലാസ് 15 വർഷം അങ്ങനെ പോയി. ബാക്കി എത്രയേ ഉള്ളൂ? 15. وثلث النصف آمال وحرص وشغل بالمكاسب والعيال. പിന്നെ ബാക്കിയുള്ള 15 വയസ്സിൽ ഒരു 25 വയസ്സ് മുതൽ 30 വയസ്സ് വരെ നീ കൂട്ടി നോക്ക്. ആ 15ന്റെ 1/3 ഭാഗം നീ കൂട്ടി നോക്ക്. ജോലിയായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടു. ഗൾഫിൽ പോയി കുറെ പേര് പ്രവാസം, കുറെ പേര് നാട്ടിൽ കിടന്നിട്ട് ജീവിതത്തിന്റെ 2 അറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഇടങ്ങേറാകുന്നു. അന്നന്ന് അന്നത്തിന് വേണ്ടിയിട്ട് കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കാശില്ല, സമ്പത്തില്ല. ഒരു 70% ആ രീതിയിലുള്ള ആളുകളാണ് നമ്മുടെ നാടുകളിൽ. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ, ജീവിതത്തെ തള്ളിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്നവർ. ആ കാലം അങ്ങനെയും പോയി. പിന്നെ ആകെ ബാക്കി എണ്ണിയാൽ കൂടി പോയ 7-8 വർഷം നമുക്ക് ആയുസ് അള്ളാഹു തരുന്ന 7-8 വർഷം. അവിടെയോ നിനക്ക് 70, 60, 65 വയസ്സുള്ള നിന്റെ വാർദ്ധക്യ സഹജമായ നിന്റെ വാർദ്ധക്യമായ കാലം. ആ സമയത്ത് എന്തെന്നറിയോ? മൂത്തമോൻ കൊണ്ടുപോയി ഇളയവന്റെ വീട്ടിലാക്കും, ഇളയവൻ കൊണ്ടുപോയി പെങ്ങളെ വീട്ടിലാക്കും. അങ്ങനെ പാവപ്പെട്ട വൃദ്ധന്മാരായ മാതാപിതാക്കൾ റൊട്ടേഷൻ അടുപ്പിക്കും. അങ്ങനെ കറങ്ങി കറങ്ങി അവന്റെ ആയുസ് തീരുമെന്നാൽ മനുഷ്യ ഫഹുബ്ബുൽ മർഇ തൗലൽ ഉംരി ജഹ്ലു വഖസമതുഹു അലാ ഹാദൽ മിസാലി. നിനക്ക് പിന്നെയും കുറെ നാൾ ജീവിക്കണം, നിനക്ക് പിന്നെ അത്യാഗ്രഹമാണ് ഈ ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കാൻ. മഹാന്മാര് പറയുന്നു, നിന്റെ യൗവനകാലം കഴിഞ്ഞ് 80 വയസ്സ് 70 വയസ്സ് കഴിഞ്ഞാൽ നീ കിടപ്പിലായി പോകുന്നതിനേക്കാൾ നല്ലത് നീ മരണപ്പെട്ട് കബറിൽ പോകലാണ്. മഹാന്മാര് പറയാണ്. പിന്നെ നീ ഭാരമാണ്, മക്കൾക്കൊരു ദുരിതമായിട്ടാ മാറുന്നത്. ഉള്ള സമയം ആരോഗ്യത്തോടെ ആഫിയത്തോടെ മനുഷ്യ ഈ ദുനിയാവിൽ ജീവിക്കാനും അള്ളാന്റെ പൊരുത്തത്തോടു കൂടി നിനക്ക് യൗവനം നീ ജീവിച്ചു തീർത്താൽ നിന്റെ പ്രായമാകുന്ന സമയത്ത് നിനക്കൊന്ന് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ആ യൗവനകാലം ചെയ്തതിന്റെ പ്രതിഫലം നിനക്ക് ആ പ്രായമായ കാലത്തിലും എഴുതി തിട്ടപ്പെടുത്തി തരുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് മുത്തലിമിതങ്ങൾ പഠിപ്പിച്ചത്, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ, അന്ത്യം നന്നാക്കണേ അല്ലാഹ്. നമുക്ക് അല്ലാഹു ഈമാൻ തരുമാറാവട്ടെ. അതുകൊണ്ട് ടിൽ ദിസ് ടൈം, ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? പരിപൂർണമായിട്ടും അല്ലാഹുവിലേക്ക് മടങ്ങണം. പരിപൂർണമായിട്ട് അല്ലാഹുവിലേക്ക് മടങ്ങണം. ബാദിറു ബിൽ അഅമാലി സബ്അൻ, ഒരു 7 കാര്യങ്ങൾ നിങ്ങൾ സ്പീഡിലാവണം, വളരെ സ്പീഡിലാവണം. ഇല്ലാ ഫഖറൻ മുൻസിയ,
അതികഠിനമായ ഒരു ദാരിദ്ര്യം നിങ്ങൾക്ക് വരാനുണ്ട്. സമ്പത്തുകളെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞിട്ടുള്ള ദാരിദ്ര്യം വരാനുണ്ട്. അതിനു മുമ്പ് നിങ്ങളുടെ സമ്പത്തുള്ള സമയം നിങ്ങൾ സ്വതക്ക ചെയ്തും ദാനധർമ്മങ്ങൾ ചെയ്തും അത് ഹലാലായ സമയത്ത് വിനിയോഗിച്ച് നിങ്ങൾ തീർക്കണം. മാത്രമല്ല വഴികേടിലാക്കുന്ന പണം നിങ്ങളുടെ കയ്യിൽ വരുന്നതിന് മുമ്പ് അള്ളാഹുമായിട്ട് അടുത്തേക്കണേ. ശരീരത്തിൽ രോഗം വരാനുണ്ടോ? രോഗം വന്ന് വീട്ടിൽ ഇരുന്ന് പോകുന്നതിന് മുമ്പ്, കാലും കയ്യും തളർന്നു പോകുന്നതിന് മുമ്പ്, ബുദ്ധി മരവിച്ചു പോകുന്നതിന് മുമ്പ്, ആരോഗ്യവും സംസാരവും നല്ല ചുടുചുടുത്ത കിടുകിടുത്ത നിന്റെ ടൈമിൽ, നല്ല യൗവനമുള്ള നിന്റെ ടൈമിൽ അള്ളാനെ സദാസമയം ഓർത്തുകൊണ്ടാവണേ നിന്റെ ജീവിതം. പ്രായമായി നീ പോയി കുത്തിയിരുന്നിട്ടുള്ള ആ ഇബാദത്തിനേക്കാൾ അള്ളാഹുവിന് ഏറ്റവും നിന്റെ നല്ല തുടുതുടുത്ത പ്രായത്തിലെ ഇബാദത്താണെന്ന് മുഹമ്മദ് മുസ്തഫ. നരബാധിച്ച് ചുളിഞ്ഞു പോകുന്നതിന് മുമ്പ് നിന്റെ യൗവനത്തെ നീ യൂട്ടിലൈസ് ചെയ്യണേ. ഔ മൗതൻ മുജ്ഹിസ, തയ്യാറാക്കി വെക്കപ്പെട്ടിരിക്കുന്ന നിന്റെ മരണമുണ്ട്. നമ്മൾ വിചാരിച്ചു നമ്മുടെ മരണം ഓൾറെഡിയാണ്, ഒരു ടൈം കൊണ്ട് റെഡിയാക്കി റബ്ബ് വെച്ചിരിക്കുകയാണ്, അവിടെ എത്തിയാ മതി മരിച്ചുകൊള്ളും, അത് റെഡിയായ മരണമാണ്. മൗതൻ മുജ്ഹിസ. കടയിൽ പോയി നല്ല വസ്ത്രങ്ങൾ വാങ്ങുമ്പോ നമ്മുടെ മരണത്തിന്റെ തുണി അപ്പുറത്തിരുന്ന് പറയുന്നുണ്ടാവും, മോനെ നീ വീട്ടിൽ കൊണ്ടുപോയി ഇടുന്നതിന് മുമ്പ് നിന്റെ വീട്ടിൽ ഞാൻ വരുന്നുണ്ട്. അതാണ് തയ്യാറാക്കപ്പെട്ട മരണം എന്നുള്ളത്. ഈ കഴിഞ്ഞു പോകുന്ന ഓരോ സമയവും ഉണ്ടല്ലോ മുഅ്മിനേ, ഒരു സെക്കൻഡ് പോലും അല്ലാഹനെ മറക്കരുത്. ഒരു സെക്കൻഡ് പോലും പടച്ചവനെ മറന്നുള്ള പണി ദുനിയാവിൽ ചെയ്യരുത്. അത് ചെയ്താൽ അടുത്ത സെക്കൻഡ് ഒന്ന് തൗബാ ചെയ്ത് മരിക്കാൻ പോലുമുള്ള അവസരം നിനക്ക് തരില്ല. അത് 2026 കഴിഞ്ഞുള്ള 2027 എത്തുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത കാലഘട്ടത്ത്, അങ്ങനെ കഴിഞ്ഞ 2025 ഉറപ്പോടെ ആരോഗ്യത്തോടെ സർവ്വ ബ്ലഡ് ടെസ്റ്റും ചെയ്ത ആളുകള്, സർവ്വ ബോഡി ചെക്കപ്പ് നടത്തിയിട്ട് നല്ല ഡയറ്റ് നടത്തിയ ആളുകൾക്ക് ഇന്ന് പലരും ഖബറുകളുണ്ട്. ജിമ്മിന് പോയവർ പോലും ഇന്ന് ഖബറുകളിലുണ്ട്. ഇന്ന് രാവിലത്തെ വാർത്തയിൽ ഹൃദയത്തിന്റെ ശസ്ത്രക്രിയ നടത്തിക്കൊണ്ടിരിക്കെ ബോഡിയിൽ ഒരു കുഴപ്പവും ഉണ്ടാകാതിരുന്ന നല്ല ഒന്നാം തരം ചെറുപ്പക്കാരിയായ ഡോക്ടർ ഹൃദയസ്തംഭനം വന്നു വരിച്ചു എന്ന് ഡോക്ടർമാരെ രേഖയിൽ അവർ പത്രത്തിൽ കൊടുത്തപ്പോ, സഹോദരാ ഒരു കാര്യം നീ മനസ്സിലാക്കണേ, അള്ളാഹു റെഡിയാക്കി വെച്ചിരിക്കുന്ന മരണം ഇഞ്ഞു വരുന്നതിന് മുമ്പ് നമ്മളൊന്ന് റെഡിയാവണേ. അതിനുള്ള ടൈമാണ് ഈ കടന്നു പോകുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ.